മഴയും തണുപ്പൊക്കെ അല്ലേ എൻ്റെ മീനാക്ഷി കൊച്ച് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ചീനി പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു ചീനിയൊക്കെ കഴുകി വൃത്തിയാക്കി ഗ്യാസിലോട്ട് വെച്ചു. ഇനി തൈര് ചമ്മന്തിക്ക് ആവശ്യമായിട്ട് തേങ്ങ തിരുമ്മി അതിലേക്ക് കൊച്ചുള്ളി, പച്ചമുളക്, കാന്താരി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് തൈര് ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചിങ്ങെടുത്തു. എന്നിട്ട് അതൊരു ബൗളിലോട്ട് മാറ്റി കുറച്ച് തൈരും ഉപ്പും കൂടെ ചേർത്തപ്പം നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചമ്മന്തി കേട്ടോ. ഇനി കുറച്ച് ഉണക്കമീനും കൂടെ വറക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചീനി വെന്തായിരുന്നു. പിന്നെ ചീനിയിലെ വെള്ളമെല്ലാം അങ്ങ് ഊറ്റി മാറ്റി. അപ്പോൾ ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമീനാണ്. ഉണക്കമീനൊക്കെ കഴുകി വൃത്തിയാക്കി അരപ്പൊക്കെ ചേർത്ത് വറക്കാനായിട്ടൊരു പാനിലോട്ട് വെച്ചു. ഉണക്കമീനും അടുപ്പത്ത് വെച്ചിട്ട് അവിടെ ഇന്നൊരു ഷോ ഒരു വട്ടം കറങ്ങാം. ദൈവമേ പ്രാന്തായോ. ഉണക്കമീൻ ഇപ്പോൾ റെഡിയാവും കേട്ടോ. അങ്ങനെ ഇലയൊക്കെ വെട്ടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഉണക്കമീനൊക്കെ റെഡിയായി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇലയിലോട്ട് ചൂട് ചീനി അങ്ങോട്ട് വിളമ്പി വെച്ചു, ചമ്മന്തി കൊണ്ടുവച്ചു. എനിക്കും എൻ്റെ മീനാക്ഷി കുഞ്ഞിനും കൂടെ കുടിക്കാനായിട്ട് കട്ടൻ ചായ കൊണ്ടുവച്ചു. ഉണക്കമീൻ വന്നു. അപ്പോൾ എല്ലാം റെഡിയായി. എന്നാൽ ഇനിയിപ്പോൾ കഴിച്ചു തുടങ്ങാം. ചീനിയുടെ കൂടെ തൈര് ചമ്മന്തി കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാനും എൻ്റെ മീനാക്ഷി കൊച്ചും കൂടി ഇതൊന്ന് തീർക്കട്ടെ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന്